ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് എത്തിയിട്ടില്ല. കുഞ്ഞൂസ് എക്സാമിന് പോയതാണ്. അപ്പോൾ അവൻ വരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കുകയാണ്. ഇത് കുഞ്ഞൂസിൻ്റെ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. പക്ഷേ ഇവിടെ ബുക്കുകളെക്കാളും കൂടുതൽ വയറ്, ബാറ്ററി, ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ കൂടുതലും ഉണ്ടാവുക. ഇത് കുഞ്ഞൂസ് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാനത് ശരിക്കും കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ. അവൻ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ക്രേസാണ്. എത്ര നേരം വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇരുന്നോളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതാ കുഞ്ഞൂസും എത്തിയിട്ടുണ്ട്. കുഞ്ഞൂസിന് ഇന്ന് LSSന്റെ മോഡൽ എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ കുഞ്ഞൂസിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. ഉച്ചയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കോട്ട് സെറ്റ് ആണ്. ഇതിൻ്റെ വില 418 രൂപയാണ് കേട്ടോ. ആ വിലയ്ക്ക് എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ. 25 കിലോമീറ്റർ അത്രേ ഉള്ളൂ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാവുന്ന ദൂരം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്തിനാണ് മെയിനായിട്ട് വീട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തിനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങനെയൊക്കെയാണ് കേട്ടോ പോകുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ നിൽക്കാമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞാണ് എത്തുമ്പോഴത്തേക്ക് ഒരു 6:30 ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു പെണ്ണ് ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഒരു പരിചയക്കുറവൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്, നന്ദൂട്ടനാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മോനെയും കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ആൺകുട്ടികൾ ഇങ്ങനെ ടീഷർട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഷർട്ട് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുഞ്ഞൂസിന് ഷർട്ട് അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. പക്ഷേ നമ്മുടെ നന്ദൂട്ടനാണെങ്കിൽ ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇന്ന് അവൻ്റെ ദിവസമായതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു. പിന്നെ എൻ്റെ സമാധാനത്തിന് ഒരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി കേക്ക് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് കേക്ക് ഫോർ യു എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. മുമ്പ് ഞാൻ ഇവരുടെ കേക്ക് കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കാട്ടിക്കുളം എടയൂർക്കുന്നാണ് കേട്ടോ. 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി ഉണ്ട്. പിന്നെ ഞാൻ അടുത്തായതുകൊണ്ട് ഞാൻ പോയി വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ നന്ദൂസിന് ഇങ്ങനെ മീനും സൈക്കിളൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു തീമിലായിരുന്നു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ കേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വലിയൊരു ഫംഗ്ഷനൊന്നും അല്ല കേട്ടോ. നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞു ഫംഗ്ഷനാണ്. പിന്നെ കുട്ടികൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്നിട്ട് കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ അറുമതിച്ച് കളിക്കുകയാണ് കേട്ടോ. പിന്നെ അജി വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ഏട്ടന്മാരാണ്. പിന്നെ ഏട്ടത്തിയന്മാരും ഉണ്ട്. പിന്നെ അവരുടെ കുട്ടികളും ഉണ്ട്. അച്ഛനും അമ്മയുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി. പിന്നെ ഈ ഒരു മാസം ഞങ്ങൾക്ക് കുറേ പിറന്നാളുകൾ വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആണെങ്കിലും കുഞ്ഞൂസിൻ്റെ ആണെങ്കിലും പിറന്നാളൊക്കെ ഈ മാസമാണ്. അടുപ്പിച്ചാണ് കേട്ടോ അവരുടെ പിറന്നാൾ വരുന്നത്. ഒരാളത് 19-നും ഒരാൾ 20-നും ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. എന്നോട് നേരത്തെ എത്തണം, നമുക്ക് ഉച്ചയ്ക്ക് എത്തണം, എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡൊക്കെ തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വൈകിയതുകൊണ്ട് അമ്മയും അടുത്തമാരും കൂടി ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടൗണിലൊക്കെ പോയി മോന് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ തന്നെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് തന്നെ അറിയില്ല. പിന്നെ കുട്ടികൾ ഉറങ്ങുന്നതുകൊണ്ട് കുട്ടിക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കുട്ടികളോട് കളിച്ചു കേട്ടോ. കുഞ്ഞിപ്പെണ്ണും ഉറങ്ങിയിട്ടില്ല. കുഞ്ഞിപ്പെണ്ണും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.